ഇനി ഒരു അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള വാർത്തയിലേക്കാണത്. ദക്ഷിണ കൊറിയൻ മുൻ പ്രസിഡന്റ് അറസ്റ്റിലായിരിക്കുന്നു. ഇംപീച്ച് ചെയ്യപ്പെട്ട പ്രസിഡന്റ് യൂൻ സുക് യോളിന്റെ വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കലാപത്തിന് നേതൃത്വം നൽകിയെന്ന കുറ്റം ഉൾപ്പെടെ ചുമത്തിയാണ് അറസ്റ്റ്. പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ദക്ഷിണ കൊറിയ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിയത്. കെ സുഹൈലുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. സുഹൈൽ, കുറച്ച് അധികം കാലമായി ദക്ഷിണ കൊറിയയിൽ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മുൻ പ്രസിഡന്റിന്റെ അറസ്റ്റ്. ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? ജിൽസി, 4-5 മണിക്കൂർ യൂൻ സുക് യോളിന്റെ വസതിക്ക് മുമ്പിൽ വലിയ നാടകീയമായ സംഭവങ്ങൾ തന്നെയാണ് അരങ്ങേറിയത്. യൂൻ സുക് യോളിന്റെ അംഗസുരക്ഷാ വിഭാഗത്തിലുള്ള ആളുകളും അതേപോലെ തന്നെ അനുയായികളും ചേർന്നുകൊണ്ട് ഈ അറസ്റ്റിനെ തടയാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. ഒരിക്കലും മുൻ പ്രസിഡന്റിനെ വിട്ടുതരില്ല എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു അനുയായികൾ വലിയ പ്രതിരോധം തീർത്തത്. പക്ഷേ ആ പ്രതിരോധങ്ങളെ മുഴുവൻ ഭേദിച്ചുകൊണ്ടാണ് ഇപ്പോൾ അഴിമതി വിരുദ്ധ വിഭാഗം ഇപ്പോൾ യൂൻ സുക് യോളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രധാനമായുമുള്ള കുറ്റം. നമുക്കറിയാം, 2 മാസങ്ങൾക്ക് മുമ്പാണ് ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കുന്നത് പ്രസിഡന്റ്. പക്ഷേ അത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭരണകക്ഷിയിലുള്ള ആളുകൾ പോലും വലിയ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ടായി. ആ പ്രതിഷേധങ്ങൾക്കൊടുവിൽ വെറും ഒരു പ്രതിഷേധത്തിൽ അവസാനിച്ചാൽ പോരാ, ഈ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യണം എന്ന നിലപാട് എടുത്തു. അപ്പോൾ ഭരണകക്ഷികൾ അടക്കം രംഗത്ത് വന്ന് ഇംപീച്ച് ചെയ്തു. പക്ഷേ ആ ഇംപീച്ചിലും കാര്യങ്ങൾ അവസാനിച്ചില്ല. അതിനെ തുടർന്നാണ് അദ്ദേഹം യൂൻ സുക് യോൾ ശിക്ഷിക്കപ്പെടണം എന്ന ഒരു നിലപാടിലേക്ക് രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും പോയത്. അതിനെ തുടർന്ന് അഴിമതി വിരുദ്ധ വിഭാഗവും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇദ്ദേഹത്തിനെതിരെ പല കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. കലാപമുണ്ടാക്കൽ, അതേപോലെ തന്നെ വിവിധമായ സാമ്പത്തികമായ ക്രമക്കേടുകൾ അടക്കമുള്ള വിവിധ കേസുകൾ ചുമത്തിയാണ് ഇപ്പോൾ ഏതായിരുന്നാലും അറസ്റ്റുണ്ടായിരിക്കുന്നത്.